എറണാകുളം കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങുമെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. സ്റ്റാൻഡ് പൊളിച്ചുപണിയാനോ വൈറ്റിലയിൽ പുതിയ സ്റ്റാൻഡ് നിർമ്മിക്കാനോ ഫണ്ടില്ലെന്നും മന്ത്രി. ബസ് സ്റ്റാൻഡിൽ സന്ദർശനം നടത്തിയ ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം. ഒരു മഴ പെയ്താൽ വെള്ളക്കെട്ടാകുന്ന എറണാകുളം കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ ടി.ജെ. വിനോദ് എം.എൽ.എ. നിയമസഭയിൽ ഉന്നയിച്ചതിന് പിന്നാലെയാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നേരിട്ടെത്തിയത്. പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്ന് മന്ത്രി. കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിനായി വൈറ്റിലയിൽ കണ്ടെത്തിയ സ്ഥലം ചതുപ്പുനിലമാണ്. മണ്ണിട്ട് നികത്തി നിർമ്മാണം നടത്തിയാൽ കടുത്ത സാമ്പത്തിക നഷ്ടമുണ്ടാകും. നിലവിലുള്ള ബസ് സ്റ്റാൻഡ് പൊളിച്ചുപണിയാൻ ഫണ്ടില്ലെന്നും മന്ത്രി. വെള്ളക്കെട്ട് പരിഹരിച്ച് നവീകരണ പ്രവൃത്തികൾ ചെയ്യാനാണ് തീരുമാനം. IIT-യിലെ വിദഗ്ധ സംഘം പഠനം നടത്തും. കെട്ടിടത്തിൽ അറ്റകുറ്റപ്പണിയും ഉണ്ടാകും. കെ.എസ്.ആർ.ടി.യുടെ CMD ശ്രീ പ്രമോദ് ഇവിടെ വന്നു. അദ്ദേഹം ഒരു സ്കെച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാനിവിടെ വന്ന് കണ്ടതിന് ശേഷം ഫൈനലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. എം.എൽ.എ. പറഞ്ഞു ഒരു കുറച്ച് നമ്മുടെ സ്കീമിൽ കുറച്ച് ഫണ്ട് അദ്ദേഹം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളും കെ.എസ്.ആർ.ടി.യും കൂടെ ചിലവാക്കുകയാണ്. അത് നാണക്കേടാണ്. മാധ്യമങ്ങളിൽ എല്ലാ ദിവസവും മഴ പെയ്യുമ്പോൾ ഒരു നാണക്കേടാണ്. കൂടുതൽ ടോയ്ലറ്റുകൾ നിർമ്മിക്കും. കെ.എസ്.ആർ.ടി.സിയിൽ ഹൗസ് കീപ്പിംഗ് വിംഗ് തുടങ്ങും. ജില്ലാ കളക്ടർ NSK ഉമേഷ്, ഹൈബീഡൻ MP, ടി.ജെ. വിനോദ് MLA എന്നിവരും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. റിപ്പോർട്ടർ, കൊച്ചി.